വിലായത് ബുദ്ധ വളരെ നേരത്തെ തീരേണ്ട ഒരു സിനിമയായിരുന്നു. വളരെ സമയബന്ധിതമായി അതിൻ്റെ ഷൂട്ടിംഗ് നടന്നു വരുന്നൊരു സമയത്താണ് നിർഭാഗ്യവശാൽ അതിലെ പ്രധാന നടനായ ശ്രീ പൃഥ്വിരാജിന് ഒരു ആക്സിഡൻ്റ് ഉണ്ടായത്. നിങ്ങൾക്ക് പലർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലിഗമെൻറ്റിന് ഒരു പ്രശ്നം പറ്റി. അപ്പോൾ അതിന് കുറേ നാളത്തേക്ക് അതിനൊരു വിശ്രമം ആവശ്യമാണ്. നിങ്ങൾക്കറിയാമല്ലോ, ലിഗമെൻ്റ് ഒക്കെ പൊട്ടിയാൽ അതൊക്കെ പിന്നീട് ഇതിൽ ചെയ്യേണ്ട വേഷങ്ങൾ പലതും വളരെ സാഹസികമായ വേഷമാണ്. നിങ്ങൾക്ക് വിലായത് ബുദ്ധ വായിച്ച പലർക്കും അറിയാം. ഒരു മല അടിച്ച് കയറുന്ന ഒരു ഡബിൾ മോഹനൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ, അയാളുടെ ആവശ്യം, അയാളുടെ പ്രണയവും അയാൾ പ്രതിനിധീകരിക്കുന്ന ആ പ്രദേശത്തുള്ള മനുഷ്യർക്കും വേണ്ടി ഒരു മല അടിച്ച് വഴിയുണ്ടാക്കുന്ന ആ മനുഷ്യർക്ക് വേണ്ടിയുള്ള ഒരു വലിയ യത്നമുള്ള ഒരു പരിപാടിയാണ് ചെയ്യാനുണ്ടായിരുന്നത്. അപ്പോൾ അത് വന്നപ്പോഴത്തേക്ക് ആണ് ഇതിൻ്റെ സമയവും കാലവും തെറ്റി ഇത് ചെയ്ത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമയുടെ സംവിധാന വേഷവും അത് അഭിനയിക്കുകയൊക്കെ ചെയ്യുന്നതിലേക്ക് മാറേണ്ടി വന്നു. അപ്പോൾ ആ ജോലി തീർത്ത് കഴിഞ്ഞ് അദ്ദേഹം ഈ സിനിമയിൽ ജോയിൻ ചെയ്ത് ഇപ്പോൾ നമ്മളിപ്പം കേൾക്കൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലുള്ള ഈ അതിസാഹസികമായിട്ടുള്ള ജോലികളിൽ അദ്ദേഹം അവിടെ ജോലി ചെയ്തു വരികയാണ്. അതിൻ്റെ അവസാന ഷെഡ്യൂളിലേക്ക് ജോലി ചെയ്തു വരികയാണ്. അത് അടുത്ത മാസവും ഇപ്പം ഫെബ്രുവരി, അടുത്ത മാസം കൊണ്ട് അതിൻ്റെ ചിത്രീകരണ ജോലികളെല്ലാം തീരും. അത് വളരെ യത്നമുള്ള, വളരെ ആയാസകരമായ ഒരു ചിത്രീകരണമാണ്. 100 ദിവസങ്ങളിൽ മേളിൽ പോയ ഒരു ഇതാണ്. അത് വളരെ ഡെഡിക്കേറ്റഡായിട്ട് രാത്രിയെന്നില്ല പകലെന്നില്ലാതെ 100-200 ആൾക്കാർ, കൂടുതലും ചെറുപ്പക്കാർ, യാതനാപരമായിട്ട് ജോലി ചെയ്തു വരുന്ന ഘട്ടം ഞാൻ പോയി കണ്ടു. നല്ല രീതിയിൽ ചിത്രീകരിക്കപ്പെടും എന്നുള്ള വിശ്വാസത്തിൽ അത്രമാത്രം അർപ്പണബോധത്തോടു കൂടിയുള്ള പ്രവർത്തനം അവിടെ നടന്നു വരുന്നു. അത് തീർച്ചയായിട്ടും ഈ വർഷം തന്നെ നിങ്ങൾക്ക് ആ സിനിമ തിയേറ്ററിൽ കാണാൻ പറ്റുമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്.